ഹലോ ഗായ്സ്, എല്ലാവർക്കും മാമി സാമി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്വാദിഷ്ടവും അതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമായ ഒരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ആ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വലിയ ഉള്ളി മീഡിയം സൈസ് വലിപ്പത്തിൽ ചോപ്പ് ചെയ്തത്, 2 തക്കാളി കട്ട് ചെയ്തത്, 4-5 വെളുത്തുള്ളി അല്ലി കട്ട് ചെയ്തത്, ഇഞ്ചി ചെറിയ കഷ്ണം കട്ട് ചെയ്തത്, 2 പച്ചമുളക്. ഞാൻ ഇതിനെടുത്തിട്ടുള്ള മസാലകളാണ്: 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ക്യാപ്സിക്കം മീഡിയം സൈസ് വലുപ്പത്തിന്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി സോയാബീൻ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുക. അതിന് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ഗാർലിക് പേസ്റ്റ് 1/2 ടീസ്പൂണ്, അതുപോലെ ജിഞ്ചർ പേസ്റ്റ് 1/2 ടീസ്പൂണ്, അതുപോലെ 1/4 ടീസ്പൂണ് ഞാൻ സോയാ സോസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. 5 മിനിറ്റാണ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ മക്രോണിയാണ്. ആ മക്രോണി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ മക്രോണി എത്രയാണോ എടുത്തത് അതിന് പാകത്തിലുള്ള വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഏകദേശം ചൂടായി വരുമ്പോൾ ഞാൻ ആ മക്രോണി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കട്ട പിടിക്കും. അതിന് ശേഷം കട്ട പിടിക്കാതിരിക്കാനാണ് നമ്മൾ 1 ടീസ്പൂൺ ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഞാൻ ആവശ്യത്തിനാണ് നമ്മൾ പാകം നോക്കുക, എന്നിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ മക്രോണി വെന്ത് വന്നിട്ടുണ്ട്. അത് ഞാൻ സ്ട്രെയിനറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളയാണ്. അതിന് ശേഷം അത് നല്ല പച്ച വെള്ളത്തിൽ കഴുകിയെടുക്കണം. അപ്പം അത് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ മസാല തയ്യാറാക്കാവുന്നതാണ്. അതിനായിട്ട് ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ വെജിറ്റബിൾസും നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ വെജിറ്റബിൾ ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സോയാബീൻ അതിലേക്ക് ആഡ് ചെയ്യാണ്. ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം അതിൽ ആഡ് ചെയ്യാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അല്പം വെള്ളം ഒഴിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനൊരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാനുണ്ട്. ഒരു 5 മിനിറ്റ് അത് വേവിക്കണം. അപ്പോൾ ദാ ഇവിടെ കുക്കായിട്ടുണ്ട്. 5 മിനിറ്റ് ഞാൻ അടച്ച് വേവിച്ചതാണ്. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ്. വേണമെങ്കിൽ നമുക്കത് 1 ടീസ്പൂണും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് ഇവിടെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള മക്രോണിയാണ്. മക്രോണി അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആ മസാലയായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പെപ്പർ പൗഡറാണ്. പെപ്പർ പൗഡറും അതുപോലെ തന്നെ നന്നായിട്ട് അതിലെല്ലാത്തിലും മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിന് ശേഷം ഞാൻ അല്പം മല്ലിയില ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് മല്ലിയില ആഡ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ സോയാബീൻ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പം എല്ലാവരും അതിൻ്റെ ഫീഡ്ബാക്കും അറിയിക്കണം. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ്. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.